ഗൈസ്, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കശുവണ്ടി ചുടുന്ന കഥയല്ലേ പറഞ്ഞു നിർത്തിയേ. അപ്പൊ തന്നെ അതിനുശേഷം എന്തൊക്കെ ഉണ്ടായെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ ചുടാട്ട തീ കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് അച്ഛൻ ചുട്ട ഓരോ കശുവണ്ടി ആയിട്ട് എടുത്ത് ഇടുകയാണെങ്കിൽ നമ്മൾ മൊത്തം കരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു ലെവലിലാണ് കേട്ടോ എടുത്ത് നോക്കി. പക്ഷെ ഒന്നും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ 1-2 കരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളത് കുത്തി അതിന്റെ തോട് പൊളിച്ച് അതിനുള്ള നട്ട്സ് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ എന്താ ഇവിടെ അച്ഛൻ കല്ലൊക്കെ സെറ്റ് ആക്കിയിട്ട് അത് ഇടിച്ച് പൊട്ടിക്കുണ്ടായിരുന്നേ. കുറച്ച് പണിയുള്ള പരിപാടിയായിരുന്നേ അത്. അതിങ്ങനെ പൊട്ടിക്കണതിന്റെ ഇടയിൽ കൂടെ തന്നെ ഞാനും അച്ഛനും കഴിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നേ. അങ്ങനത്തെ ഞാനും ഒന്നും എടുത്ത് കഴിച്ചു നോക്കി. ശരിക്കും ഇത് നമ്മൾ തീയിലിട്ട് ചുടുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന മണം തന്നെ അടിപൊളിയാണ്. കഴിച്ചു നോക്കിട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിച്ചിരിക്കുമ്പോഴാട്ടോ എന്റെ കസിൻ വന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്ന് കഴിച്ചേ. ഇവളെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോയിൽ ഇവള് വന്ന് തല കാണിച്ച് പോലുണ്ട്. ഇവളുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കാമല്ലോ കേട്ടോ. ഇതിനെങ്കിലൊക്കെ ഇവൾ എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവള് വീട്ടിൽ വന്നാൽ തന്നെ എന്റെ പോസ്റ്റ് ഐഡി അങ്ങ് മാറി കിട്ടലുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇതാ തൊടി കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാണ്ട് ഇനിയും കൂട്ടിയിട്ട് അതിനും ഇതിനൊക്കെ നടക്കണ്ടായിരുന്നേ. അങ്ങനെ അധ്യയനൊക്കെ നടത്താൻ കഴിഞ്ഞിട്ട് മുറ്റത്ത് കൂടെ വെറുതെ നടക്കുമ്പോഴാണ് അവിടെ 2 കുഴി ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കിയതട്ടോ അതിനകത്ത്. അപ്പൊ 2 കുഴിയാനൊക്കെ കിട്ടിയിട്ടോ. നമ്മള് കുറെ കാലമായിട്ട് കുഴിയാനൊക്കെ പിടിച്ചിട്ട്, കാരണം ചെറുപ്പത്തിൽ കാണുന്നത് ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത പരിപാടിക്ക് പോയിട്ടോ മാങ്ങ പൊട്ടിക്കാൻ. വലിയ ഇടയ്ക്ക് തോട്ടിയൊക്കെ എടുത്ത് പോണ് കണ്ടാ വിചാരിക്കും ഇപ്പൊ പറിച്ചിടൊക്കെയാണ്. പക്ഷെ വെറുതെ കുറെ നേരം പിടിച്ചിട്ടാണ് കുറച്ച് മാങ്ങ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അവളെ അങ്ങനെ ഞാൻ തളർത്തണമൊന്നുമില്ല. അതാണ്ടില്ലേ ഒരു ചെറിയ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞിട്ട് അവള് പറിച്ചിട്ടത് ഈ ഒരു വാടിയ മാങ്ങയായിരുന്നേ. വെയിലും കൊണ്ട് വാടിയിരുന്ന മാങ്ങയായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞത് ഞങ്ങളവിടെ മാങ്ങ പൊട്ടിക്കണായിട്ട് അടുത്ത ആള് വരുന്നുണ്ടായിരുന്നേ. അവള് വന്നിട്ട് ആ തോട്ടിങ്ങതാ ഞാൻ കുറെ പറിച്ചിട്ട് തരാട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ അവള് പണി ഒപ്പിച്ചിട്ടോ. അവള് 2-3-5 മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നേ. കുറെ നേരമായിട്ട് തോട്ടി കൊണ്ട് കുത്തിയിട്ട് ഒന്നും കിട്ടാത്തതിന്റെ വിഷമാണ് കേട്ടോ നിങ്ങൾ അവളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ വർഷയുടെ കയ്യിൽ തോട്ടിയും കൊടുത്ത് അവള് മാറി നിന്നേ. അങ്ങനെ അവർ 2 ആളും പാടെ അത്യാവശ്യം കുറെ മാങ്ങകൾ പറിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എത്ര തളർത്തിയിട്ട് സത്യം തളർന്നിട്ട് അവള് പിന്നെയും ട്രൈ ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെ അവൾക്കുള്ള ഞങ്ങൾക്കുള്ളൊക്കെ മാങ്ങ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നേ. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.